അകത്തോട്ട് പോയിട്ട് വരാം. നിശാന്ത് തിരിച്ചു വരണേ. നിശാന്തിനെ വിളിക്കുന്നു. ഞാൻ കേട്ടില്ലല്ലോ. അത് തന്റെ ചെവിക്ക് കുഴപ്പമുണ്ടാ. നിശാന്തല്ലേ പോയിട്ട് വരാം. മറ്റേ മസില് ഈ ഗാർഡൻ നന്നായിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പൂക്കൾ എത്ര ജീവനാണെന്ന് തോന്നുന്നു. ചെടികളെ മക്കളെ പോലെ സ്നേഹിക്കുന്നത് ഇവിടുത്തെ ജയരാമൻ സാറാ, രമാദേവി മാഡത്തിന്റെ ഭർത്താവ്. ഈ പൂക്കളോടും ചെടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഈ ഗാർഡൻ നിറഞ്ഞു നിൽപ്പുണ്ട്. നിശാന്ത് ദക്ഷയുടെ സഹോദരനാണെന്ന് എന്താ എന്നോട് പറയാത്തെ? പറഞ്ഞ കല്യാണി എന്ത് വിചാരിക്കും? ദക്ഷയെ പോലെ അല്ല നിശാന്ത്. നിശാന്ത് വളരെ ശാന്തനും മാന്യനുമാ. ഓ ആണോ? വളരെ സന്തോഷം. ഒന്നുമില്ലെങ്കിലും കല്യാണിയുടെ ഗുഡ്സ് കിട്ടിയിട്ടില്ലേ? സമാധാനായി. വാ മോളിരിക്കേ. മഹി റൂമൊക്കെ കാണിച്ചോ മോളെ? ഒരുവിധമൊക്കെ. പക്ഷേ വീട് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. അതിനെന്താ, മോൾ ഇനി ഈ വീട്ടിലേക്കല്ലേ മരുമകളായിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഇത് നിന്റെ വീടാ, നിനക്കിവിടെ രാജ്ഞിയെ പോലെ ജീവിക്കാം. ഇവിടെ വന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഇനി ലേറ്റ് ആയാലേ പപ്പയ്ക്കും മമ്മിക്കൊക്കെ വിഷമാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഊണ് കഴിച്ചിട്ട് പോവാം. ആന്റി പറയുന്നത് പോലെ ഞാനിനി ഈ വീട്ടിലായിരിക്കുമല്ലോ താമസം. അങ്ങനെ ആവുമ്പോ എപ്പോ വേണമെങ്കിലും ഊണ് കഴിക്കാലോ. ഊണ് കഴിക്കല്ല, ഊണ് കഴിക്കാൻ ഞങ്ങളെ വിളിക്കുന്നത് പോലും പിന്നെ മോളായിരിക്കുമല്ലോ. ഈ മഹിസാറെ ഒരു മുങ്ങൽ വിദഗ്ധൻ തന്നെ. ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കല്യാണി പറയുന്നത് മുഴുവൻ ഈ ചെമ്പരത്തി കേൾക്കാറുണ്ടെന്നാണോ? കൊള്ളാം. തന്റെ ഓരോ വട്ടികൾ കേട്ടോണ്ടിരിക്കാനേ നല്ല സുഖമുണ്ട്. വട്ടൊന്നുമല്ല, സത്യം. എന്താ രണ്ടാളും കൂടി ഇവിടെ? ഒന്നുമില്ല സാർ, ഞാൻ വെറുതെ കല്യാണോട്. എന്ത് വെറുതെ? അതവിടെ ഇട്ടേക്ക്. അതൊന്നും ആരും എടുക്കുന്നത് ജയരാമൻ സാറിന് ഇഷ്ടല്ല. കല്യാണി നിശാന്തിനെ അകത്ത് തിരക്കുന്നുണ്ട്. കല്യാണി, ഞാൻ അകത്തോട്ട് പോയിട്ട് വരാം. നിശാന്ത് തിരിച്ചു വരണേ. നിശാന്തിനെ വിളിക്കുന്നു. ഞാൻ കേട്ടില്ലല്ലോ. അത് തന്റെ ചെവിക്ക് കുഴപ്പമുണ്ടാ. നിശാന്തല്ലേ പോയിട്ട് വരാം. മറ്റേ മസില് ഏതെങ്കിലും ആണുങ്ങളെ കണ്ടാ ചിരിച്ചൊളിപ്പിച്ച് നിന്നോളണം. ഓ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഞാനും റാങ്ക് ഒക്കെ വാങ്ങിച്ച് പാസ്സായ ഒരാളല്ലേ താൻ. ഞങ്ങള് സംസാരിച്ചോണ്ട് നിന്നപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ?
സ്വർഗത്തിലെ കട്ടുറുമ്പ് പഴയ പഴഞ്ചൊല്ലുമായിട്ട് ഇറങ്ങിക്കോളൂ. പിന്നെ ഇത് പാർക്കും ബീച്ചും ഒന്നുമല്ല ചിരിച്ചുല്ലസിച്ചുണ്ടെങ്കിൽ നടക്കാൻ. ഓ, എന്ത് രസായിരുന്നു നിശാന്തേട്ടനോട് സംസാരിക്കാൻ. അതിന്റെ ഇടയിലോട്ട് കയറി വന്നോളൂ. കണ്ണി കണ്ടവന്മാരോട് സംസാരിക്കുമ്പോ കിട്ടുന്ന രസമൊക്കെ ഉണ്ടല്ലോ, നാളെ അതോടത്ത് ദുഃഖിക്കേണ്ടി വരും. രസാണെന്ന് പോലും സാമ്പാറാ സാമ്പാർ. സർവത്ര പെൺപിള്ളേരും കണക്ക് തന്നെയാ. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താന്ന് വെച്ചാ ചോദിക്ക്. എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്തിനാ? നോക്ക് മാഷേ. പറ. എന്റെ മുഖത്തേക്ക് നോക്ക്. പറ. ഇങ്ങനെ ഏറെ നേരം എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതെന്താ? അത് 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 പറയുന്നേ. ഏയ്, മഹി മഹി ദേ രമ മാഡം വിളിക്കുന്നു. എന്താ മഹി, നിനക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ, അതിന്റെ സംസ്കാരമെങ്കിലും കാണിക്കണ്ടേ നീ? നീ കെട്ടാൻ പോകുന്നവളാണ് ദക്ഷ. അവൾ ഇവിടെ നിൽക്കുമ്പോ തന്നെ വീട്ടിലെ അടുക്കളക്കാരോട് കൊഞ്ചിക്കുഴയുന്നത് മര്യാദയല്ല. അതിന്റെ പേരാ സംസ്കാരമില്ലായ്മ. അമ്മേ, അത് എന്തത്? ഇതിന് എന്ത് ന്യായമാ നിനക്ക് പറയാനുള്ളത്? ഞാനൊരു അധ്യാപകനാ. എന്റെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച സ്റ്റുഡന്റാ ചിന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥി ഏത് സമയത്ത് എന്ത് സംശയം ചോദിച്ചാലും അത് തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. പഠിത്തത്തിന്റെയും ക്ലാസിന്റെയും കാര്യങ്ങളൊക്കെ അങ്ങ് ക്യാമ്പസിൽ മതി. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഇവിടെ വന്നിരിക്കുന്നത്. അവളുടെ കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് മതി മറ്റെന്തും. പറഞ്ഞത് മനസ്സിലായല്ലോ? വാ.